മാർക്ക് വാങ്ങിക്കാൻ ഞാൻ ഒരു ദിവസം എത്ര നേരമാണ് ഇരുന്ന് പഠിക്കേണ്ടത്? ഇതെപ്പോഴും എൻ്റെ കുട്ടികളെ ലൈവുകളിലാണെങ്കിലും വീഡിയോസിൻ്റെ താഴെയൊക്കെ കമൻറ്റ് ചെയ്യാറുള്ള ഒരു കാര്യമാണല്ലേ. എനിക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരു ഫുൾ A+ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര നേരമാണ് അല്ലെങ്കിൽ എത്ര മണിക്കൂറാണ് ഒരു ദിവസം ഇരുന്ന് പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ എൻ്റെ കുട്ടികൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, എത്ര മണിക്കൂർ ഞാൻ ഒരു ദിവസം ഇരുന്ന് പഠിക്കണം? 1 മണിക്കൂറാണോ, 2 മണിക്കൂറാണോ, 3 മണിക്കൂറാണോ എന്നുള്ളത്. പക്ഷെ ആ ഒരു ചോദ്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ടല്ലേ. അപ്പം നമുക്കറിയാം, ഓരോ മക്കൾക്കും പഠിക്കാനുള്ള കഴിവെന്ന് പറയുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും, ചില ആൾക്കാർക്ക് കുറേ സമയം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് എത്ര നേരം ഇരുന്നാലാണ് പഠിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. പക്ഷേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ ഒന്ന് ചെറുതായിട്ട് മാറ്റി നോക്കാം. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ഇനി പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ എത്ര പോർഷൻസ് ആണ് ഇനി നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തീർക്കാനുള്ളത് എന്ന ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. അപ്പോൾ ഓരോരുത്തരുടെയും ആൻസേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ചില ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററും നിങ്ങൾ ഫുള്ളായിട്ട് കാണാതെ അറിയണം എന്നുള്ളതല്ല മിസ് പറയുന്നത്. നിങ്ങളിപ്പോൾ ക്രിസ്മസ് എക്സാമിനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഓണം എക്സാമിനായിട്ടാണെങ്കിലും സ്കൂളുകളിൽ നിന്നാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ബാച്ചുകളിലൊക്കെ ജോയിൻ ചെയ്ത മക്കളാണെങ്കിൽ ബാച്ചുകളിൽ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബുകളിൽ 1 ഷോട്ട് ലൈവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ എന്താണെന്ന് അറിയാം അല്ലേ. ഒരു 80% ആ ചാപ്റ്ററിനെ പറ്റിയിട്ട് കുറച്ച് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളത് ഇരിക്കെ ബാക്കിയൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ആൻഡ് ഒന്നും നിങ്ങൾ പഠിക്കാത്ത ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് അറിയാനുണ്ട്, ടോപ്പിക്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ചാപ്റ്ററിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്ര മണിക്കൂർ പഠിക്കണം എന്നതിൻ്റെ ഈ ഒരു ആൻസറിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ആദ്യം മിസ് എന്ത് ചെയ്യുന്നത്, മിസ് പറയുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ആദ്യം തന്നെ നിങ്ങളൊരു ബുക്ക് എടുക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം അങ്ങോട്ട് എഴുതി വെക്കുക. അതായത് ഇപ്പോൾ നമ്മൾ മാത്സ് എടുക്കുകയാണെങ്കിൽ മാത്സിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തൊട്ട് അവസാനം വരെ നമ്മുടെ ഫൈനൽ എക്സാമിന് എത്ര എന്താ പറയുക ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതേപോലെ ബേസിക് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ എല്ലാം സോഷ്യൽ സയൻസ്, എല്ലാം മെയിനായിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ഒക്കെ എന്തെഴുതുക, നിങ്ങൾ ഇതേപോലെ ഒരു എത്ര ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളതെന്ന് എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങളൊരു 80% നിങ്ങൾക്ക് ആ ചാപ്റ്റർ അറിയാം. മൊത്തം നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് നിർബന്ധമില്ല, പക്ഷേ എന്നാലും എനിക്ക് ഒന്നുകൂടെ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചൊക്കെ ആ ചാപ്റ്ററിനെ പറ്റി വലിയ ധാരണയുണ്ട് എന്നുള്ള ചാപ്റ്റേഴ്സിനൊക്കെ നിങ്ങളൊന്ന് ടിക്കിട്ട് വെക്കുക. ആൻഡ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ഒന്നും അറിയാതെ എൻ്റെ കുട്ടികൾക്ക് ഇനി ഫ്രഷ് ആയിട്ട് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് എത്ര പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ഈ ഓരോ ചാപ്റ്റേഴ്സും നമ്മുടെ എക്സാംസ് ഇപ്പോൾ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനൊരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം മുന്നേക്ക് നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് തീരുന്ന പോലെ ഓരോ ഡെഡ് ലൈൻസ് ഇട്ട് വെക്കുക. അതായത് ഞാൻ ഈ ചാപ്റ്റർ ഇന്ന ദിവസത്തിൽ തീർക്കും, അല്ലെങ്കിൽ അടുത്ത ചാപ്റ്റർ ഇന്ന ദിവസത്തിലാണ് ഞാൻ തീർക്കാൻ പോകുന്നത് എന്നുള്ള ഡെഡ് ലൈൻസ് നിങ്ങൾ ഇടണം. എന്നിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങളൊരു 2 മണിക്കൂർ ഇരുന്ന് പഠിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റിയലൈസേഷൻ വരും, ഓക്കെ നാളത്തെ ദിവസം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഡെഡ് ലൈൻ കൊണ്ട് എനിക്ക് ഈ ചാപ്റ്റർ ഈ രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് പഠിച്ചാൽ എനിക്ക് തീരില്ല എന്നുള്ള ഒരു കാര്യം എൻ്റെ കുട്ടികൾക്ക് ഓർമ്മ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയലൈസേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ സമയം നമ്മൾ കൂട്ടണം. ഓക്കെ. അപ്പോൾ ചില ആൾക്കാരുണ്ടാവും, നമ്മളിപ്പോൾ ഒരു 2 hours നമ്മൾ സെറ്റ് ചെയ്തു, അപ്പോൾ അതിന് മുൻപേ തീരുന്ന കുട്ടികളുണ്ടാവും അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല, കറക്റ്റായിട്ട് നിങ്ങൾക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാവുന്നതാണ്. പക്ഷേ നമുക്ക് ചില ആൾക്കാർക്ക് പഠിക്കാൻ കുറച്ച് സമയം എടുക്കും. അതൊരു തെറ്റായിട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളത് പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് കുറേ സമയം എടുക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എഫേർട്ട് ഇടുക, എത്ര സമയം എടുത്തു കഴിഞ്ഞാലും കാര്യമൊന്നുമില്ല. നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത് അതിനെപ്പറ്റി നിങ്ങൾക്ക് നന്നായിട്ട് അറിവുണ്ടോ, നിങ്ങളത് പഠിച്ചോ അല്ലേ, അറ്റ്ലാസ്റ്റ് നിങ്ങൾക്ക് ആ ചാപ്റ്റർ നന്നായിട്ട് അറിയോ, എക്സാമിന് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ എത്ര സമയം എടുത്തിട്ടാണ് നിങ്ങൾ പഠിച്ചതെന്നുള്ളത് നിങ്ങൾ എവിടെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ സമയം തീരുന്നില്ല, അതിലും കുറച്ചും കൂടെ സമയം വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതൊരു 3 hours-ലേക്കോ 4 hours-ലേക്കോ നിങ്ങൾ എന്ത് ചെയ്യുക, നീട്ടുക. അപ്പോൾ എന്തുകൊണ്ടാണ് മിസ് കൃത്യമായിട്ട് ഇത്ര മണിക്കൂർ നിങ്ങൾ പഠിക്കണമെന്ന് പറയാത്തതെന്നുള്ളത് കൊണ്ട് നമ്മുടെ മനുഷ്യന്മാരാണ് നമ്മളല്ലേ. അപ്പോൾ എല്ലാ മനുഷ്യരും നമ്മൾ റോബോട്ട് പോലെ ഉണ്ടാക്കിയ ആൾക്കാരല്ല.
ഓരോരുത്തരുടെ അവസ്ഥകൾ, അവരുടെ ഫാമിലി സിറ്റുവേഷൻസ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള അല്ലെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രെയിൻ കപ്പാസിറ്റി എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര സമയം നിങ്ങൾ ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ പറയുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ തന്നെ അത് കണ്ടെത്തുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഉടനെ തന്നെ ഒരു പെണ്ണെടുക്കുക, ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂർ നിങ്ങൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഡെഡ് ലൈൻസ് ഇടാനും എന്തൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് എന്നുള്ളതിനും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്ത് കിട്ടും, ഐഡിയ കിട്ടും. അതിനനുസരിച്ച് എൻ്റെ കുട്ടികൾ പഠിച്ചു പോകുക എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുമല്ലേ, അതായത് ഇപ്പോൾ കുറേ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി ഒന്നും അറിയാതെ പഠിക്കാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ എക്സാം വിന്നറിൻ്റെ യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾ കാണുക. ബാച്ചുകളിൽ ജോയിൻ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ബാച്ചിലാണെങ്കിൽ നിങ്ങളുടെ ചാപ്റ്റേഴ്സൊക്കെ ഏകദേശം കഴിഞ്ഞു. സോ അതിൻ്റെ റെക്കോർഡഡ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെ വർക്ക്ഷീറ്റ്സും ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് എന്തുണ്ട്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു അവസാന നിമിഷത്തിൽ നമുക്ക് ഇതെല്ലാം തപ്പിത്തെരഞ്ഞു പോകാനുള്ള സമയം ഉണ്ടാവില്ല. സോ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ബാച്ചുകളൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിസ്സിന് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഈ അവസാന നിമിഷത്തിൽ റിയലൈസ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ അല്ലെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ഒരു അബദ്ധം ഉണ്ടാക്കിയെടുക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തൊട്ടേ നിങ്ങൾ ട്യൂഷന് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്ത് വെക്കുക. പിന്നെ അല്ലെ ആ ഒരു സമയത്ത് നമ്മൾ തോന്നുന്ന കാര്യങ്ങൾ അപ്പം തന്നെ അങ്ങോട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാനുള്ള അല്ലേ നിങ്ങൾക്കുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ ബാച്ച് കൂടെ നിങ്ങൾക്ക് കിട്ടും. സോ 2 വർഷത്തേക്ക് പിന്നെ നമുക്കൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചു പോകാം. സോ അങ്ങനെ നിങ്ങൾക്ക് അല്ലേ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്തിലൂടെ നിങ്ങൾക്ക് പോകണം, എക്സാമിന് ഫാമിലിയിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നെക്സ്റ്റ് ഇയർ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്ത് വെക്കുക. വീട്ടിലൊക്കെ സംസാരിച്ച് ജോയിൻ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇപ്പം തന്നെ മിസ് പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക. ആൻഡ് നന്നായിട്ട് പഠിച്ചു പോവുക. നമ്മുടെ കയ്യിൽ സമയമുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികൾ പഠിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എക്സാം വിന്നർ ഉണ്ട്. അപ്പോൾ വേഗം തന്നെ ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, യെസ് മിസ് ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്കൊരു മണിക്കൂർ അല്ലെ ഒരു ദിവസം ഇത്ര അവേഴ്സാണ് പഠിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും ഇതിൻ്റെ താഴെ ഇന്നോ നാളെയോ ആയിട്ട് വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മിസ് അത് നോക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നമ്മുടെ മാർച്ചിൽ വരാൻ വേണ്ടി പോകുന്ന ഈ ഒരു എക്സാമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കോർ തന്നെ വാങ്ങിയെടുക്കാൻ എക്സാമിനർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓക്കെ, താങ്ക് യു.